നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്താ ആഹാരം കഴിക്കാത്തത്? നിങ്ങൾ കഴിച്ചോ. മുരളിയേട്ടൻ തിരികെ വരട്ടെ, എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിച്ചോളാം. അല്ല, അതിപ്പോ കൊച്ചേട്ടൻ തിരിച്ചു വരാൻ ഒരുപാട് താമസിച്ചാലോ? ഈ ഗർഭിണി പ്രസവം എന്നൊക്കെ പറഞ്ഞ് ആശുപത്രിയിൽ പോയാലേ ഭയങ്കര മെനക്കേടാണെന്നേ. ആയിക്കോട്ടെ, അപ്പൊ ഞങ്ങള് രണ്ടാൾക്കുള്ളതങ്ങ് എടുത്ത് മാറ്റിവെച്ചാ പോരെ? അത് ശരിയാ, ചില കുടുംബത്തിന് ഇത് പതിവാ. ഭർത്താവിന് കൊടുത്തിട്ടേ ഭാര്യ കഴിക്കൂ. അതാണ് ഭർത്താവിന് ഭാര്യ കൊടുക്കുന്ന മര്യാദ. ആഹാ, ആരതി ചേച്ചി ഇപ്പോ കൊച്ചേട്ടന് മര്യാദ കൊടുക്കാൻ തുടങ്ങിയെന്നർത്ഥം. സൂപ്പർ. ഈശ്വര, വല്ലാത്തൊരു ധർമ്മസങ്കടമായല്ലോ ഇത്. വല്യേച്ചിയും പ്രസാദേട്ടനും നാഥൻ സാറിന് ബഹുമാനം കൊടുക്കുന്ന ഈ മനുഷ്യനാണ് കോട്ടയ്ക്കൽ മേഘനാഥനെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. നാഥൻ എന്ന പേരല്ലാതെ ആളിനെ വല്യേച്ചി കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. കണ്ടിരുന്നെങ്കിൽ ഈ അവാർഡ് വാങ്ങാൻ നേരിട്ട് മുന്നിൽ ചെല്ലാമെന്ന് സമ്മതിക്കില്ലായിരുന്നു. ഇനിയിപ്പൊ എന്ത് ചെയ്യണം? നേരിട്ടിപ്പൊ തന്നെ വലിയച്ചയെ വിളിച്ച് ഈ നാഥൻ മേഘനാഥനാണെന്ന് അതുടൻ വേണ്ട. ചിലപ്പോ ആ സംസാരം പ്രസാദേട്ടനും അനിയന്മാരും പുഷ്പൻ ചേട്ടനും കേൾക്കും. വലിയച്ചയോ ഞങ്ങളോ ഇതുവരെ വെളിപ്പെടുത്താത്ത തൃപ്പങ്ങോട്ട കഥകൾ പറയേണ്ടി വരും. ഏതായാലും അത് വേണ്ട. അവരുടെ ഫംഗ്ഷൻ നാളെയല്ലേ? ഈ രാത്രി വെളുക്കട്ടെ, അപ്പൊ തീരുമാനിക്കാം ഇനി എന്തു വേണമെന്ന്. നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? അല്ല, മുരളിയേട്ടൻ പോയിട്ട് എപ്പോ വരുമെന്ന് ആലോചിക്കുമായിരുന്നു. മുരളിക്കും നിനക്കും കഴിക്കാനുള്ളത് അവിടെ എടുത്ത് മാറ്റി വെക്കുമല്ലോ നീ. വെച്ചോളാം ചേച്ചി. നന്നായി. ഇതാണ് മോളെ യഥാർത്ഥ ദാമ്പത്യം. ഭർത്താവിനോട് ചേർന്ന് നിന്നുള്ള ജീവിതം ആവണം നമ്മുടേത്. മുരളിയോട് ഇന്ന് നീ കാണിച്ച പരിഗണന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്റെ മനസ്സിൽ കത്തി നിന്ന ഒരു തീ കെട്ടടങ്ങിയതുപോലൊരു ആശ്വാസമായിരുന്നു നിന്റെ ഈ പ്രവൃത്തി കാണുമ്പോ എനിക്കുണ്ടായത്. മുരളിയേട്ടന്റെ നന്മ എനിക്ക് ഇപ്പോഴാ ചേച്ചി മനസ്സിലായത്. എന്ത് നല്ല മനുഷ്യനെയാ ഞാൻ ഇത്രയും നാളും തെറ്റിദ്ധരിച്ചെന്ന് ഓർക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. അതെ, അത് സത്യാ. ഏത് രീതിയിൽ നോക്കിയാലും മുരളി നല്ലവനാ. എന്റെ കുട്ടിക്ക് അത് ഇപ്പോഴെങ്കിലും മനസ്സിലായത് ചേച്ചിക്ക് വലിയ സന്തോഷമായി. ഇന്ന് മുതലെങ്കിലും നീ അവനെ കൂടുതൽ മനസ്സിലാക്കി വേണം ജീവിക്കാൻ. പരസ്പര ഇഷ്ടവും വിശ്വാസവും ഇല്ലാത്ത ദാമ്പത്യം എണ്ണയില്ലാത്ത വിളക്ക് പോലെയാ. രണ്ടിനും കരിന്തിരി കത്തി കെട്ടുപോകാനാവും വിധി. അതെ ചേച്ചി, എല്ലാം നോക്കിയും കണ്ടും ജീവിക്കാനാ എന്റെ തീരുമാനം. ചേച്ചിക്ക് സമാധാനിക്കാം. ചേച്ചി പൊക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.